ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ബോഡിയുടെ ട്രജക്ടറി തന്നിട്ടുണ്ട് y is equal to മൈനസ് എക്സ് സ്ക്വയർ ബൈ 80. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം ഹൈറ്റിൻ്റെ പൊസിഷൻ, പ്രൊജക്റ്റിൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെ പൊസിഷനാണ് വേണ്ടത്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. ഓക്കെ, ഇനി പ്രൊജക്ടൈലിൻ്റെ കേസിൽ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാബോളിക് പാത്താണെന്ന് അറിയാലോ. അപ്പോൾ പരാബോളയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാണ് വേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആവണമല്ലോ. നമ്മളത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 80. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ ഒരു ടേം ഉണ്ട്, റൈറ്റ് സൈഡിൽ പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്. റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. ഈ എക്സിൻ്റെ ടേം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ എന്താണ്? ആബ്സെൻ്റ് ആണ്. അപ്പോൾ എക്സ് ടാൻ തീറ്റ ഈക്വൽ ടു എന്താ വരിക? 0 ആണ് വരിക. ഇത് പോസിബിൾ ആവുന്ന എപ്പോഴാണ്? ടാൻ തീറ്റ ഈക്വൽ ടു 0 വരുമ്പോഴാണ്, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുന്നതാണ്. രണ്ട് കണ്ടീഷൻസ് ആണ് പറ്റുക. എക്സ് ഇസ് ഈക്വൽ ടു 0 വരും, ടാൻ തീറ്റ ഈക്വൽ ടു 0 വരും. എക്സ് 0 അല്ല, നമുക്ക് എക്സ് 0 ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു എത്ര വരും? 0 ഡിഗ്രി വരും. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ 0 ബൈ, ബാക്കി എന്ത് വാല്യൂ ആണെങ്കിലും സൈൻ സ്ക്വയർ 0 എന്നാണ് നമുക്ക് വരിക, ബൈ 2g ആണ്. 0 സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. എനിക്ക് ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ അതാണ്. കാരണം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്നുള്ളത്. കാരണം ഇത്രേ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ സാധാരണയൊക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് ഒരു ടേമും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഇത് നമുക്ക് എനിക്ക് ഡൗട്ടിലായിട്ട് തന്ന ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ സാധാരണ വേറെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇങ്ങനെയും തരാം. ഇതേ സംഭവം തന്നെ ഇങ്ങനെ തരാം, എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നമുക്ക് വൈയുടെ ഇക്വേഷനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് രണ്ടിൻ്റെയും ഞാനിപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പേഴ്സ് വീണ്ടും കൊടുക്കുകയാണ്, എയും ബിയും. എയും ബിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് രണ്ടിലും എന്താ വരുന്നത്? വൈ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമ്മളത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. പിന്നെ എക്സിൻ്റെ ടേംസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടേമും ഇതും കൂടെ കമ്പയർ ചെയ്യും. കാരണം ഇതിലാണ് എക്സ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ എന്നാണ്. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടുക? 1 കിട്ടും. കാരണം എക്സ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് ബൈ എക്സ് ആണ് ടാൻ തീറ്റ അല്ലേ. എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു 1. ടാൻ്റെ ഏത് ആംഗിളിലാണ് വന്നു വരിക? തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രിയിലാണ് ടാൻ 45 ആണ് എന്ത് വരുന്നത്? 1 വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിലുള്ള സപ്പോസ് നമ്മുടെ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടി? 45 കിട്ടി അല്ലേ. ഇനി അതേപോലെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഈ ഇക്വേഷൻ്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള അതേപോലെ ഇത് മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ടേം ഉണ്ടല്ലോ, ജി ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, അതിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത്? 1/80 എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഇതേ ഇക്വേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അടുത്ത ടേമാണ് ജി സ്ക്വയർ ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടുന്നത്? 1/80. കിട്ടിയോ? ജി സ്ക്വയർ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1/80. ഇനി ഇവിടെ തീറ്റയുടെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 45 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോസിൻ്റെ അവിടെ 45 കൊടുക്കാം. അതേപോലെ ജി സ്ക്വയർ ഇല്ല കേട്ടോ, ജി ഉള്ളൂ, സോറി. ഇവിടെ നമുക്ക് ജി ഉള്ളൂ, ജി സ്ക്വയർ ഇല്ല. ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1/80. നമുക്ക് തീറ്റയ്ക്ക് പകരം 45 കൊടുക്കാം, ജിക്ക് പകരം 10 കൊടുക്കാം. അപ്പോൾ 10/2u സ്ക്വയർ കോസ് 45ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1/80 ആയി. ഈ 2ഉം അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവിടെ കട്ട് ചെയ്യേണ്ട. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്
അപ്പോൾ കോസ് സ്ക്വയർ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 45ൻ്റെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 1/√2ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1/2. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 10/2 ഇൻറ്റു യു സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ 45 പകരം 1/2 ഈക്വൽ ടു 1/8. ഈ 2 2 എന്ത് ചെയ്ത് പോകും, കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് എന്താ വരിക, 10/u square is equal to 18 ഉണ്ട്. 10/u square is equal to 18 കിട്ടും. അതിന് u square is equal to എന്താ വരിക, സോറി 10/u square is equal to 1/80. 10/u square is equal to 1/80 കിട്ടും. u square is equal to 80 into 10, this 800 കിട്ടും. കിട്ടിയോ? ഇനി നമ്മൾ എക്സിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. യു സ്ക്വയറിന് പകരം 800 സൈൻ 45, തീറ്റയുടെ വാല്യൂ 45 ആണ്. സൈൻ സ്ക്വയർ 45/2 ഇൻറ്റു ജിക്ക് നമ്മൾ 10 എന്ന് കൊടുക്കാം. സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 45 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1/√2ൻ്റെ സ്ക്വയർ 1/2 അല്ലേ. അപ്പോൾ 800 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 അല്ലേ. 800/2 എന്ന് പറഞ്ഞാൽ 400 വരും. 400/20 വരും. 0 0 കിട്ടിയിട്ട് 40/2 20 മീറ്റർ. അതാണ് മാക്സിമം ഹൈറ്റ് വരിക. ഓക്കെ, 20 മീറ്റർ ആണ് വരിക. ഇതേ സംഭവം തന്നെ നമുക്ക് വേറൊരു ഫോമിലും ചെയ്യാം. y is equal to x minus x square by 80 ആണ് അല്ലേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. vy കണ്ടുപിടിക്കും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക, 1 മൈനസ് 2x/18 കിട്ടും അല്ലേ. 1/80 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 2x. ഓക്കെ, ഇതാണ് vy. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് vy എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 2x/80 ഇസ് ഈക്വൽ ടു 0 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് 2x/80 ഈക്വൽ ടു എന്താണ്, 1 ആണ്. 2x ഇസ് ഈക്വൽ ടു 80 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 40 മീറ്റർ ആണ്. ഇത് എക്സിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ഏത് പൊസിഷനിലാണ് മാക്സിമം ഹൈറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ, ഇനി ഈ വൈയുടെ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 40 മൈനസ് 40യുടെ സ്ക്വയർ ബൈ 80. 40 മൈനസ് 40യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ൻ്റെ 16 ആണ്, 1600 ആണ്, ബൈ 18 വരും. ഇതും കട്ട് ചെയ്ത് പോയി. 160/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 എന്ന് വരും. 40 മൈനസ് 20 ദാറ്റ് ഈസ് 20 മീറ്റർ. സോ ഇങ്ങനെ ചെയ്താലും ആൻസർ എത്ര വരിക, 20 മീറ്റർ ആണ് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. ഇത് രണ്ടിലും നമുക്ക് 20 മീറ്റർ കിട്ടുന്നത്. പക്ഷെ തന്ന ഇക്വേഷനിൽ നമുക്ക് അവിടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫോമിൽ മാറ്റി എഴുതിയിട്ടാണ് ഇക്വേഷൻ കിട്ടിയത്. എന്നോട് ചോദിച്ചിട്ടുള്ളത് x²/80 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് തന്നെയാണോ തന്നിട്ടുള്ള ഇക്വേഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 വരുള്ളൂ. ഓക്കെ.